എറണാകുളം മൂവാറ്റുപുഴയിൽ യുവതിയെ അഞ്ചംഗ സംഘം ആക്രമിക്കാൻ ഓടിച്ചപ്പോൾ തുണയായത് മറ്റു 2 ചെറുപ്പക്കാരാണ്. ടിപ്പർ ലോറി ഡ്രൈവറായ ഇതര സംസ്ഥാന തൊഴിലാളിയും അരക്കുഴ സ്വദേശിയുമാണ് യുവതിക്ക് തുണയായത്. അതേസമയം യുവതി രാത്രികാലത്ത് ജോലി കഴിഞ്ഞു വരുന്നത് മനസ്സിലാക്കിയ പ്രതികൾ കുറ്റകൃത്യത്തിന് മുൻകൂട്ടി ആസൂത്രണം നടത്തിയിരുന്നതായാണ് പോലീസ് പറയുന്നത്. സ്പാ ജീവനക്കാരിയായ യുവതിയെയാണ് അഞ്ചംഗ സംഘം ആക്രമിക്കാൻ ശ്രമിച്ചത്. തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം. കുഞ്ഞിന് പനിയായതിനാൽ അർദ്ധരാത്രി ബസ് സ്റ്റാൻഡിലെത്തി ബസ്സിന് പോകാൻ നടക്കുമ്പോഴാണ് അതിക്രമത്തിന് ശ്രമമുണ്ടായത്. യുവാക്കൾ മോശം വാക്കുകൾ പ്രയോഗിച്ചതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവതിയെ ബൈക്കിടിപ്പിക്കാനും ശ്രമമുണ്ടായി. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അപകടമണത്ത യുവതി അതുവഴിയെത്തിയ ബൈക്കിനെ കൈ കാണിച്ച് കയറാൻ നോക്കിയെങ്കിലും അക്രമികൾ ഭീഷണിപ്പെടുത്തി. ആരക്കുഴ സ്വദേശിയാണ് ബൈക്ക് ഓടിച്ചിരുന്നത്. ഈ സമയം ഇതുവഴിയെത്തിയ ടിപ്പർ ലോറിക്ക് യുവതി കൈ കാണിച്ചു. ബസ്സാണെന്ന് കരുതിയാണ് കൈ കാണിച്ചത്. എന്തായാലും ഇതര സംസ്ഥാന തൊഴിലാളിയായ ഡ്രൈവർ വണ്ടി നിർത്തി ഇവരെ കയറ്റി. ഇടവഴിയിലൂടെ പോകേണ്ടിയിരുന്ന ടിപ്പറിന്റെ ഡ്രൈവർ അപകടമണത്ത് പ്രധാന വഴിയിലൂടെ വണ്ടി പായിച്ചു. അക്രമി സംഘം പിന്നാലെ കുതിച്ചു. ഇതിനിടെ ലോറിയിലിരുന്ന യുവതി പോലീസിനെ വിവരമറിയിച്ചു. പിറവം പോലീസും മൂവാറ്റുപുഴ പോലീസും ടിപ്പറിനൊപ്പം എത്തി. പോലീസിനെ കണ്ട് പിന്തിരിഞ്ഞ യുവാക്കളുടെ സംഘത്തെ യുവതിയെ സുരക്ഷിതയാക്കിയ ശേഷം പോലീസ് പിടികൂടുകയായിരുന്നു. യുവതി പലപ്പോഴും ഒറ്റയ്ക്ക് പോകുന്നത് പ്രതികളിൽ ചിലർ നേരത്തെ മനസ്സിലാക്കിയിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളിൽ ചിലരുടെ രാഷ്ട്രീയ ബന്ധം പോലീസ് അന്വേഷിക്കുന്നു. യുവതി പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. പിടിയിലായ 5 പേരും 20 വയസ്സിനും അതിന് താഴെയും മാത്രം പ്രായമുള്ളവരാണ്. പോലീസിന്റെ തക്കസമയത്തുള്ള ഇടപെടലിനൊപ്പം 2 യുവാക്കളുടെ കൃത്യമായ ഇടപെടലും യുവതിക്ക് തുണയായി. പരിഭ്രമത്തിനിടയിലും യുവതി ബൈക്കിന്റെ നമ്പർ ഓർത്തുവെച്ച് പോലീസിന് കൈമാറുകയും ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.